ബംഗാൾ രാഷ്ട്രീയത്തിൽ വമ്പൻ ട്വിസ്റ്റ്. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ തൃശങ്കുവിൽ നിൽക്കുകയാണ്. അതായത് ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര പ്രതിസന്ധി ഇപ്പോൾ നിയമസഭയിലേക്കും വഴിവെച്ചിരിക്കുകയാണ്. പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം നേതാക്കളും MLA-മാരും നേതൃത്വത്തിനെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തിയതോടുകൂടി തന്നെ ബംഗാൾ രാഷ്ട്രീയം അതീവ നാടകീയമായ ഘട്ടത്തിലൂടെ കടന്നുപോയിരിക്കുകയാണ്. വിമത വിഭാഗം നിയമസഭാ സ്പീക്കർക്ക് സമർപ്പിച്ച കത്തിലാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. നിലവിലെ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി സഭയിലെ ഭൂരിപക്ഷ പിന്തുണയില്ല എന്നും യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് വിഭാഗവുമായി തങ്ങളെയാണ് അംഗീകരിക്കേണ്ടതെന്നും വിമതർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി ഇതിൽ നിന്ന് തന്നെ ഒരു വിമത നേതാവിനെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പോലും ഇവിടെ MLA-മാരുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഈ ആവശ്യം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ബംഗാൾ നിയമസഭയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറി മറയാനുള്ള സാധ്യതയാണ് ഇവിടെ വിരൽ ചൂണ്ടുന്നത്. വിമതരുടെ കത്ത് സ്പീക്കർ രതീന്ദ്ര ബോസ് സ്വീകരിച്ചതോടുകൂടിയാണ് സംഭവ വികാസങ്ങൾ കൂടുതൽ ഗൗരവമേറിയത്. വിഷയത്തിൽ നിയമപരവും നടപടിക്രമവുമായ പരിശോധനകൾ പുരോഗമിക്കുകയാണ് എന്നും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നിർണായക തീരുമാനം പ്രഖ്യാപിക്കുമെന്നതാണ് സ്പീക്കർ അറിയിച്ചിരുന്നത്. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതനുസരിച്ച് സ്പീക്കറുടെ തീരുമാനം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. വിമതരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടാൽ പാർട്ടിയിൽ വലിയ വിഭജനത്തിന് ഇത് വഴിയൊരുക്കും. മറുവശത്താകട്ടെ ആവശ്യം തള്ളുകയാണെങ്കിൽ നിയമപരവും രാഷ്ട്രീയപരവുമായ പുതിയ പോരാട്ടങ്ങൾ ആരംഭിക്കുവാനും സാധ്യതയുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതിനോടകം തന്നെ അനിശ്ചിതത്വം വർദ്ധിച്ചിരിക്കുകയാണ്. വിവിധ ജില്ലകളിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കളും തമ്മിലുള്ള ഭിന്നതകൾ പരസ്യമായ സാഹചര്യത്തിൽ ഈ നീക്കം അവിടെ ഭരണകക്ഷിക്ക് വലിയ വെല്ലുവിളിയായി തന്നെ മാറുകയാണ്. ഇതിനിടെ തൃണമൂൽ നേതൃത്വവും സ്ഥിതിഗതികൾ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. വിമത വിഭാഗത്തിന്റെ അവകാശവാദങ്ങളെ പാർട്ടി എങ്ങനെ നേരിടുമെന്ന കാര്യത്തിലും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ വലിയൊരു വിഭാഗം വിമത MLA-മാർക്കൊപ്പമാണ് ഇത്തരത്തിൽ 2 സ്പീക്കർ, അതായത് ഇവർ സ്പീക്കറുടെ ചേംബറിലേക്ക് എത്തുന്നത്. തങ്ങൾക്ക് 58 തൃണമൂൽ MLA-മാരുടെ നേരിട്ടുള്ള പിന്തുണയുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ 2 നേതാക്കളും തങ്ങളുടെ രേഖകളും ഒപ്പുകൾ അടങ്ങിയ കത്തുകളും ഇവർ സ്പീക്കർക്ക് കൈമാറിയത്. വിമത നീക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്പീക്കർക്ക് നൽകിയ കത്തിൽ TMC സുപ്രീമോ മമതാ ബാനർജിയെ തങ്ങളുടെ ചെയർപേഴ്സൺ ആയിട്ടാണ് വിമതർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ പോരാട്ടം മമതാ ബാനർജിക്കെതിരെയല്ല, മറിച്ച് പാർട്ടി നിയമസഭാ കക്ഷിയിലെ നിലവിലെ അധികാര ഘടനയ്ക്കും അഭിഷേക് ബാനർജിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും എതിരെയാണ് എന്ന് വ്യക്തമാക്കിയ രാഷ്ട്രീയ സന്ദേശമാണ് ഇതിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്കായിരുന്നു സ്പീക്കർ ഏറ്റെടുത്ത തീരുമാനം അവിടെ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ആകെ 80 MLA-മാരുള്ള തൃണമൂൽ കോൺഗ്രസിൽ കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മുന്നിൽ 2 ഭൂരിപക്ഷം, അതായത് 54 MLA-മാർ ആവശ്യമാണ്. നിലവിൽ 58 പേരുടെ ഒപ്പ് സ്പീക്കർ അതായത് അവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞതോടുകൂടി തന്നെ സാങ്കേതികമായി കൂറുമാറ്റ നിരോധന നിയമത്തിൽ നിന്നും രക്ഷപ്പെടുവാനും നിയമസഭയിലെ ഔദ്യോഗിക തൃണമൂൽ കക്ഷിയായി തന്നെ അംഗീകരിക്കാനും ഇത് നേടാനും വിമതർക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.